ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുറ്റത്ത് പുല്ല് കളയാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ടിപ്സുകൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ പുല്ല് കളയാനായിട്ട് ആദ്യം ചെയ്യേണ്ട ടിപ്പ് കാണാം. ഇതുപോലെ ബ്ലീച്ചിങ് പൗഡർ എടുക്കുക. ഇതിപ്പോൾ കട്ടിയായിട്ടുണ്ട്, നല്ല എന്താ പറയുക, വെള്ളമായിട്ട് കട്ടിയായിട്ടുണ്ട്, അല്ലാണ്ട് ഡേറ്റ് കഴിഞ്ഞിരുന്നല്ല. അപ്പോൾ 2 ടീസ്പൂൺ. ഇത് കട്ടിയാകുമ്പോൾ എന്താ, പൊടിയാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കട്ടിയാകുമ്പോൾ 2 ടീസ്പൂൺ എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ഇടേണ്ടി വരും കേട്ടോ. ഇപ്പോൾ 2 ടീസ്പൂണിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഒഴിക്കരുത്, സാധാ കുപ്പിയിൽ ഒഴിക്കാം. അപ്പം ഇതിലെപ്പോലെ കുപ്പി എടുക്കുക, ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൂടിയണ്ട, ഇതുപോലെ ഒന്ന് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളെവിടെയാണോ പുല്ലെന്ന് വെച്ചാൽ അവിടെ തെളിച്ചു കൊടുക്കാം. 1-2 ദിവസം ആകുമ്പോഴേക്കും നല്ലോണം വാടി കരിഞ്ഞ് കിട്ടും. ഇത് കഴിഞ്ഞാൽ അടുത്ത് കാണിക്കാം കേട്ടോ. അടുത്ത ടിപ്പ് കണ്ടാലോ. ഇതുപോലെ കുറച്ച് അധികം കല്ലുപ്പ് എടുക്കാം. 1/2 ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് പുല്ലുകൾ വരുമ്പോഴേക്കേ നമ്മളത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും പുല്ലുകളായിട്ട് വരും. ലാസ്റ്റ് പുല്ല് പറിക്കാൻ ഭയങ്കര പാടാട്ടോ. ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ ചെയ്താൽ കുറേയൊക്കെ പുല്ല് പോയി കിട്ടും. ഒഴിച്ചിട്ട് കാണിക്കട്ടോ. അപ്പം അതാ കല്ലുപ്പ് കണ്ടോ, ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് കുപ്പിയിൽ. ഇതുപോലെ തന്നെ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മഴ പെയ്യുമ്പോഴേക്കും എൻ്റെ പണി എന്നിട്ടാന്നറിയും, മുറ്റത്തെ കുഞ്ഞു പുല്ലുകൾ പറിച്ചോളി, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കഴിയില്ല, പുല്ലുകൾ പറിച്ചാലും ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ കാണാം ഇരട്ടിയിട്ട് പൂന്തി വരുന്നു. അപ്പം ഇത് 2 കൂട്ടായിട്ടുണ്ട്. അടുത്ത് കാണിക്കട്ടോ. അപ്പം ഇത് ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചിട്ട് വരാം. അടുത്ത ടിപ്പ് കണ്ടാലോ. ഇതുപോലെ കഞ്ഞിവെള്ളം അടക്കാം, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം അടക്കട്ടോ. അത് കുപ്പിയിൽ, പഴയ കുപ്പിയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നെ കുപ്പി കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിലേക്ക് ഇത്രയ്ക്ക് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. വേസ്റ്റായി ഉപ്പുകളൊക്കെ ഇരിക്കണമെങ്കിൽ അതിട്ട് കൊടുക്കാം. നല്ലൊന്ന് അരിഞ്ഞ് വരട്ടെ. ഇനി ഇതുപോലെ പഴയ കുപ്പിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുല്ല് എന്ന് പറയണതുണ്ടല്ലോ, ഭയങ്കര ശല്യമുള്ള സാധനം തന്നെയായിട്ട്. ഇനി ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ വളങ്ങൾ മേടിക്കുന്ന കടയിലുണ്ടാവും, പുല്ലിനടിക്കുന്ന മരുന്നുണ്ടാവും. അത് ചെറിയ ബോട്ടിൽ കിട്ടും. അത് മേടിച്ചിട്ട് ഒരു കുപ്പി വെള്ളത്തിൽ ഒരു മുടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കൂട്ടാ. മുറ്റത്തൊന്നും ഒഴിക്കണ്ട, പറമ്പിലെ ഭാഗത്തൊക്കെ ഒഴിച്ചാലും മതി. അപ്പം ഇതുപോലെ നമ്മൾ തെളിച്ചു കൊടുക്കാം. ഇത് തെളിച്ചാൽ മതി. അപ്പം 3 ടിപ്സുകൾ കണ്ടി നിങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടാ, കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഒഴിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞ ഒരു വളമാണ്. അപ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചാലും തണുത്ത് കഴിയുമ്പോൾ അതൊരു വളമായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് സോപ്പും പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ. വേണ്ട, ഇവിടെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും. ഇവിടെയൊക്കെ ഞാൻ ഇന്നാൾ പറിച്ച് കളഞ്ഞു കേട്ടോ. ഒഴിച്ചു കൊടുക്കാം കേട്ടോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും.